അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംബിയസ് സർക്യൂട്ടൽ തിയറമാണ്. ആംബിയസ് തിയറമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഫോം ചെയ്യുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ലോയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോ ഒരു കണ്ടക്ടറിനെ സങ്കല്പിക്കുന്നു. എൽ ലെങ്ത് ഉള്ള കണ്ടക്ടറിനെ നമുക്ക് അനേകം എലമെന്റൽ ലെങ്ത് ആക്കി ഡിവൈഡ് ചെയ്താൽ ഒരു പാർട്ട് ഡി എൽ ലെങ്ത് ആണ്. ആ ഡി എൽ ലെങ്ത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡി എൽ എന്ന് പറയുന്ന കണ്ടക്ടറുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അലൈൻ ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റയെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, എലമെന്റൽ ലെങ്തുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണന്റ് ബി കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ എലമെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് എലമെന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഫീൽഡ് ആൻഡ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണ്, ബി ഡി എൽ ആണ്. അത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണെങ്കിൽ ബി കോസ് തീറ്റ ഡി എൽ ആണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ, എന്റെ ത്രൂ ഔട്ട് ദി ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ, ഒരു ചെറിയ എലമെന്റിലാണ് നമ്മൾ ബി ഡി എൽ എന്നെടുത്തേക്കുന്നത്. അപ്പൊ ഫുൾ എലമെന്റ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഇന്റഗ്രേഷൻ നടത്തുന്നപ്പോഴും നമ്മൾ എലോങ് ദി ലെങ്ത് ആണ്. അങ്ങനെ എലോങ് ദി ലെങ്ത് ആയതുകൊണ്ട് ആ ഇന്റഗ്രൽ വിളിച്ച പേരാണ് ലൈൻ ഇന്റഗ്രൽ. നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ ഇവിടെ പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് പാത്തിലെ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ടൈംസ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് ആണ്. അപ്പൊ ആംബിയസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the line integral of magnetic field around a closed path is equal to μ0 times the net current enclosed by the surface. കണ്ടക്ടർ ഫ്രീ സ്പേസിലായിരിക്കണം. അപ്പൊ തിയറം അത്രയേ ഉള്ളൂ. പറയുന്നുള്ളൂ along the line integral b dot dl എടുത്തു കഴിഞ്ഞാൽ അത് μ0 ടൈംസ് കറണ്ട് ആയിരിക്കും. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്. ആ ബി ഡോട്ട് ഡി എൽ എടുത്തു കഴിഞ്ഞാൽ അത് μ0 ടൈംസ് കറണ്ടിന് തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ തിയറം പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. ആംബിയസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ക്ലോസ്ഡ് ലൂപ്പ്. ആ ലൂപ്പ് ഏത് ഷേപ്പ് ആക്കാം, സ്പിയറോ സർക്കിളോ എലിപ്റ്റിക്കലോ എന്ത് ഷേപ്പ് ആക്കാം. ആ ഷേപ്പില് ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് പാത്തിലെ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് μ0 ടൈംസ് കറണ്ട് ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അപ്പൊ ആംബിയസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the line integral of magnetic field around a closed path is equal to μ0 times current. അത് വെച്ചൊരു ആപ്ലിക്കേഷൻ പറയാൻ പോണം. ഈ ആംബിയസ് തിയറം വെച്ചിട്ട് ആപ്ലിക്കേഷൻ പറയാൻ പോവാം. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് കണ്ടക്ടർ സങ്കല്പിക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഞാൻ പേര് കൊടുക്കുന്നു പി ക്യു എന്ന് പേര് കൊടുത്തേക്കുന്നത്. പി ക്യു എന്ന കണ്ടക്ടർ. ഒരു കറണ്ട് പാസ് ചെയ്യണം. ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോഴാണോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഐ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അറിയാം. അപ്പോ ഈ കണ്ടക്ടറിൽ നിന്ന് ഞാൻ ആർ ഡിസ്റ്റൻസ് അകലെയായിട്ട് ഞാൻ പോയിന്റ് പി സങ്കല്പിച്ചേക്കുന്നു. ആ ഡിസ്റ്റൻസ് അകലെയായിട്ട് പോയിന്റ് പി കണ്ടുപിടിച്ചിരിക്കുന്നു. ആ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ബൈ ആംബിയസ് സർക്യൂട്ടൽ തിയറം. അപ്പൊ ആംബിയസ് തിയറം വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പ്രകാരം ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ലോ ആണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഒരു കണ്ടക്ടറിനെ വലതുകൈയിൽ പിടിക്കുക.
ഇത് കണ്ടക്ടർ സങ്കല്പിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ, തമ്പ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ, ഫോൾഡ് ചെയ്തേക്കുന്ന ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് വരച്ചു നോക്കി. ഇങ്ങനെ കണ്ടക്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ ഫോൾഡഡ് ഫിംഗേഴ്സ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ കണ്ടക്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഈ ഡയറക്ഷൻ ആയിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചാൽ ഈ ഡയറക്ഷൻ, തിരിച്ചു പിടിച്ചാൽ ഈ തിരിഞ്ഞ ഡയറക്ഷൻ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുക, കണ്ടക്ടിനെ ഇങ്ങനെ പിടിച്ചേക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടക്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് തമ്പ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പൊ ഫോൾഡ് ചെയ്തേക്കുന്ന ഫിംഗർ ഡയറക്ഷൻ നോക്കിയാൽ ഫോൾഡ് ചെയ്തേക്കുന്ന ഫിംഗർ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പൊ ഇങ്ങനെ വരും. ഇതിന് ചുറ്റുമായിട്ട് സർക്കുലർ പാത്തിലായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഫീൽഡ് നോക്കാം. ഫീൽഡ് ഇങ്ങനെ ഈ ഡയറക്ഷനാണ് പോണത്, ഇങ്ങനെ പോകും ഫീൽഡ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ ഓരോ എലമെന്റിന്റെയും ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് BDL ആണ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ബി അങ്ങോട്ട്, ഓരോ പോയിന്റിലും ഡയറക്ഷൻ അങ്ങോട്ടാണ്. സർക്കുലർ പാത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. സർക്കിളിന്റെ ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ടാൻജന്റ് വരച്ചാൽ. അപ്പൊ ഞാൻ ഒരു എലമെന്റ്, ഇതായി പി എന്ന് പറഞ്ഞ പോയിന്റ് ചുറ്റി ഞാൻ ചെറിയ എലമെന്റ് സങ്കല്പിക്കുന്നു. ആ എലമെന്റ് ലെങ്ത് DL എന്ന എലമെന്റ് സങ്കല്പിച്ചാൽ ആ DL എന്ന് പറയുന്ന എലമെന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ടാൻജന്റ് അല്ലേ? അപ്പൊ ഫീൽഡ് ഇങ്ങനെ, ഇതല്ലേ ഫീൽഡ് ഡയറക്ഷൻ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ടാൻജന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എലമെന്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് എലമെന്റ് എന്ന് പറഞ്ഞതാ ഈ DL ലെങ്തിലെ ഫീൽഡിന്റെ വാല്യൂ ആണ് B. അത് യൂണിഫോം ആണ്, പക്ഷെ ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? B cos θ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പോയിന്റില് B cos θ എത്ര? ടാൻജന്റ് ഡയറക്ഷനും എലമെന്റ് ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ അല്ലേ? ഇവിടുത്തെ നോക്കുക, ഇത്രയും പാർട്ട്, ഈ എലമെന്റ് DL എടുത്തു കഴിഞ്ഞാൽ ഇത് DL സങ്കല്പിക്കുക. DL-ഉം ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആരൊക്കെ? ഫീൽഡും എലമെന്റൽ ലെങ്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ DL എടുത്തു കഴിഞ്ഞാൽ ആ DL-ഉം മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര? അതായത് DL-ന്റെ മുകളിൽ കൂടെ തന്നെയാണ് ഫീൽഡ് പോകുന്നത്. അതായത് DL-ഉം ഫീൽഡും ഒരേ ഡയറക്ഷൻ വരുന്നു. അപ്പൊ ആംഗിൾ തീറ്റ എത്ര? ആംഗിൾ തീറ്റ 0 അല്ലേ? അപ്പൊ തീറ്റ ഈക്വൽ എത്ര? അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 വരും. ഇനി നമ്മൾ തീരം കൊടുക്കാം. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഓഫ് B.D എടുത്താൽ μ0 ടൈംസ് കറണ്ട് ആണല്ലോ. അപ്പൊ ഇതാ ഇവിടുത്തെ ഒരു എലമെന്റൽ ലെങ്ത് ആണ്, ഈ ഇത്രയും പറഞ്ഞ എലമെന്റൽ ലെങ്ത് ആണ് DL എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് DL-കൾ ചേരുന്നതാണ് ഏത്? നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഒരുപാട് എലമെന്റ് ചേരുമ്പോഴല്ലേ ഫുൾ സർക്കിൾ ആകുന്നത്. അപ്പൊ നമ്മുടെ തിയറം എന്താ പറയുന്നത്? തിയറം അനുസരിച്ച് ലൈൻ ഇന്റഗ്രൽ ഓഫ് B.D എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് I ആണല്ലോ. μ0 ടൈംസ് കറണ്ട് I ആണ്, സംശയമില്ല. ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അത് μ0 ടൈംസ് എന്താണ്? μ0 ടൈംസ് കറണ്ട് ആണ്. ഈ ലൈൻ ഇന്റഗ്രൽ സൂചിപ്പിക്കുന്ന ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേഷൻ പാർട്ടിൽ ഒരു സർക്കിൾ കൊടുക്കാറുണ്ട്. വേണേ കൊടുക്കാൻ, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ കൊടുത്താൽ ലൈൻ ഇന്റഗ്രൽ ആണെന്ന് ഓർത്തോളൂ, എലോങ് ദി ലെങ്ത് ആണ്. അപ്പൊ ലൈൻ ഇന്റഗ്രൽ B.D is equal to μ0 ടൈംസ് കറണ്ട് ആണ്. ഇനി ഏത് പോയിന്റ് എടുത്താലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ സർക്കുലർ പാത്തിലെ ഏത് പോയിന്റ് എടുത്താലും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, പിന്നെ മാറുന്ന ഡയറക്ഷൻ മാത്രമല്ലേ മാറുന്നുള്ളൂ. അപ്പൊ ഫീൽഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണല്ലോ സർക്കിളില്. സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ പേന പോയിന്റ് ആയിട്ട് കണ്ടക്ട് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ആറ് അകലെ ഏത് പോയിന്റ് എടുത്താലും ഫീൽഡ് സെയിം ആണ്. അപ്പൊ B മാറുന്നില്ല. അപ്പൊ B.D നമുക്ക് എന്ത് ചെയ്താം? B.D-നെ ലൈൻ ഇന്റഗ്രൽ BDL cos θ എന്നെഴുതി കൂടെ. A.B = AB cos θ. അപ്പോൾ തീറ്റ എത്ര ആലോചിച്ചോളണം?
തീറ്റയുടെ വാല്യൂ 0 ആണെന്ന് ആലോചിച്ചോളൂ. അപ്പൊ ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റ ആയി ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് ആയി. ക്ലിയർ ആണോ? തിയറം അനുസരിച്ച് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് μ0 ടൈംസ് കറണ്ട് ആയി. ഓക്കെ, ഇനി തീറ്റ എത്ര? തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും എലമെന്റ് ലെങ്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡും എലമെന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ആ തീറ്റ എത്ര? എലമെന്റൽ ലെങ്തിന്റെ മുകളിൽ കൂടിയാണ്, അല്ലെങ്കിൽ എലമെന്റ് ലെങ്തിന് പാരലൽ ആയിട്ടാണ്, അല്ലെങ്കിൽ അതേ ഡയറക്ഷനിലാണ് ഫീൽഡ് പോകുന്നത്. അപ്പൊ ആംഗിൾ തീറ്റ എത്ര? 0 അല്ലേ? ബട്ട് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ കോസ് തീറ്റ എത്രയായിരിക്കും? കോസ് തീറ്റ 1 ബാക്കി എത്ര? ഇന്റഗ്രൽ ബി ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് എന്ന് കിട്ടിയോ? ഇന്റഗ്രൽ സൈനകത്ത് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഇന്റഗ്രൽ സൈനകത്ത് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ വി കൻ ടേക്ക് ഔട്ട്സൈഡ്. അപ്പൊ എടുത്താൽ ബി കോൺസ്റ്റന്റ് അല്ലേ? ഏത് പോയിന്റ് എടുത്താലും ഈ കണ്ടക്ടറിന് ചുറ്റും, ഈ കണ്ടക്ടറായ പി ക്യൂവിന് ചുറ്റുമായിട്ട് അകലെ ഏത് പോയിന്റ് എടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. ഫീൽഡ് മാറുന്നില്ല. അപ്പൊ ബി കോൺസ്റ്റന്റ് ആ. വി കൻ ടേക്ക് ഔട്ട്സൈഡ് ഫ്രം ഇന്റഗ്രൽ. അപ്പൊ ഇന്റഗ്രൽ സൈനിൽ നിന്ന് നമുക്ക് ബി എന്ത് ചെയ്യാൻ? പുറത്തെടുക്കാം. ബാക്കി എത്ര? ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ, ക്ലോസ് ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് സൈൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, വാട്ട് ഈസ് ഇന്റഗ്രൽ ഡി എൽ? വാട്ട് ഈസ് ഡി എൽ? സർക്കുലർ പാത്തില് ഒരു ചെറിയ എലമെന്റ് അല്ലേ ഡി എൽ എന്ന് പറയുന്നത്. അടുത്തൊരു പാർട്ട് ഇതാണ് ഡി എൽ. ഇങ്ങനെ ഈ ഡി എൽ എല്ലാം കൂടെ ചേരുമ്പോ എന്തായി? എല്ലാ ഡിയിലൂടെ ചേരുമ്പോഴത്തേക്ക് സർക്കിളിന്റെ മൊത്തം സർക്കംഫറൻസ് ആയില്ലേ? ചുറ്റളവായില്ലേ? ആയില്ലേ? സർക്കിളിന്റെ ചുറ്റളവ് എത്ര? ടോട്ടൽ ലെങ്ത് ഓഫ് സർക്കിൾ എത്ര? ഇന്റഗ്രൽ ഡി എൽ മീൻസ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി സർക്കുലർ പാത്ത് 2πr അല്ലേ? 2πr. അപ്പൊ ബട്ട് ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു എത്ര? 2πr. വാല്യൂ കൊടുത്തേ. therefore b into 2πr equal to μ0 ടൈംസ് i. b into 2πr is equal to μ0 ടൈംസ് i. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് b എത്ര? b is equal to μ0 i by 2πr. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരി കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എവിടെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ ആലോചിക്കേ? 6 കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡിസ്റ്റൻസ് 6 കൂടുന്നതനുസരിച്ച് ഫീൽഡ് കുറയുന്നു. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ അല്ലേ? അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണെങ്കിൽ 6 കൂടുമ്പോൾ എന്ത് ചെയ്യും? 6 കൂടുമ്പോഴത്തേക്ക് ഫീൽഡ് കുറയണ്ടേ? അപ്പൊ 6 കൂടുന്നു, ഫീൽഡ് കുറയുന്നു, മാഗ്നറ്റിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പൊ ഫീൽഡിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? നിയർ ദി കണ്ടക്ടർ ആണോ ഫാർ ദി കണ്ടക്ടർ ആണോ? കണ്ടക്ടറിന് അടുത്തായിരിക്കും അകലെ ആയിരിക്കുമോ? കണ്ടക്ടറിന് അടുത്തായിരിക്കും. ആറിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഫീൽഡ് കൂടുക. അപ്പൊ ഇവിടെ ആയിരിക്കും ഈ കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റുകളിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും മാക്സിമം. അപ്പൊ 6 കൂടുന്നതനുസരിച്ച് ഫീൽഡ് കുറയണമെങ്കിൽ ഫീൽഡും ഡിസ്റ്റൻസും നമ്മളെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഗ്രാഫ് വരച്ചാൽ ഫീൽഡ്, ഇത് ഡിസ്റ്റൻസ്, ഇത് ഫീൽഡ്. ഗ്രാഫ് വരച്ചാൽ 6 കൂടുമ്പോ ഫീൽഡ് കുറയണ്ടേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറിന്റെ ഗ്രാഫ് അങ്ങനെ വന്നേക്കുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫീൽഡ് കുറയുന്നു. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മുടെ ആംബിയസ് സർക്യൂലർ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആംബിയസ് തിയറം ഉപയോഗിക്കാം. അപ്പൊ ആംബിയസ് തിയറം അനുസരിച്ച് ഒന്നുകൂടെ പറയുന്ന ആംബിയസ് തിയറം സ്റ്റേറ്റ്മെന്റ് എത്രയേ ഉള്ളൂ? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് നെറ്റ് കറന്റ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് അല്ലെ ബൈ ദി ക്ലോസ്ഡ് പാത്ത്. ഇതാണ് ആംബിയസ് തിയറം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.